ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഓം. ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃദാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം, സുസ്വാഗതം. ഹരി ഓം. നാളെ ഗുരുവായൂർ ഏകാദശി, ഭഗവത്ഗീതാ ദിനം. വളരെ വിശേഷമായിട്ടുള്ള ദിവസങ്ങളാണ്. എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി ആശംസകൾ. എല്ലാവർക്കും ഭഗവത്ഗീതാ ദിന ആശംസകൾ അഡ്വാൻസ് ആയിട്ട്. നാളെ രാവിലെ എല്ലാവരും ഭഗവത്ഗീത കുറച്ചെങ്കിലും പാരായണം ചെയ്യുക. മുഴുവൻ പാരായണം ചെയ്യുന്നവർക്ക് ആവാം. വളരെ സന്തോഷം. അതുപോലെ തന്നെ നാളെ ചിന്മയാനന്ദ സ്വാമിജിയുടെയും ഗുരുവായിട്ടുള്ള തപോവന സ്വാമികളുടെ ജയന്തിയാണ്. തപോവന സ്വാമികൾ പാലക്കാട്ടുകാരനാണ്. ഹിമവൽ വിഭൂതികളായി അറിയപ്പെട്ടിരുന്ന 3 പേരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു തപോവനസ്വാമി. തപോവനസ്വാമികളും ശിവാനന്ദ സരസ്വതി സ്വാമികളും പുരുഷോത്തമാനന്ദ പുരി സ്വാമികളും, ഇവർ 3 പേര് ഹിമാലയത്തിലെ ത്രിമൂർത്തികളായി ഒരു കാലത്ത് വിരാജിച്ചിരുന്നു. 1920-കൾക്ക് ശേഷം 1960-കൾ വരെ. അപ്പോൾ അവർ 3 പേരെയും അറിയപ്പെട്ടിരുന്നത് ഹിമവത് വിഭൂതി എന്നാണ്, ഹിമാലയത്തിന് അലങ്കാരം. അപ്പോൾ അതിലെ തപോവനസ്വാമികൾ വൃശ്ചിക മാസത്തിലെ രേവതി നക്ഷത്രം, അതും അദ്ദേഹം ഗീതാ ജയന്തി ദിനം തന്നെയാണ് ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ജനിച്ചത്. പാലക്കാട്ടുകാരനായ ചിപ്പുക്കുട്ടി നായർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അറിയപ്പെട്ടിരുന്നത്. ഏകദേശം അദ്ദേഹത്തിൻ്റെ 20 വയസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം നാട് വിട്ട് ഹിമാലയത്തിലേക്ക് തീർത്ഥാടനം പോയി കഴിഞ്ഞു. ഇപ്പോൾ ചെറുപ്രായത്തിൽ ടീനേജസിൽ തന്നെ നല്ല കവിതാവാസനയും സാഹിത്യവാസനയും സംസ്കൃത പാണ്ഡിത്യമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം തന്നെ സ്വയം ഒരു മാസിക നടത്തിയിരുന്നു, ചിദ്വിലാസൻ എന്ന് പറഞ്ഞിട്ട്, ആധ്യാത്മിക മാസിക. അദ്ദേഹം ആ ചിദ്വിലാസൻ എന്ന മാസിക നടത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അമ്മാമൻ്റെ ഗൃഹമാണ് ഇന്ന് പാലക്കാട് ചിന്മയ മിഷൻ നിൽക്കുന്ന ചിന്മയ തപോവനം എന്ന് പറയുന്ന സ്ഥാനം. അവിടെയാണ് ഒരു ഗുരുവായൂരപ്പൻ ക്ഷേത്രം, ചിന്മയ ഗുരുവായൂരപ്പൻ. വളരെ പാലക്കാട്ടുകാർക്കൊക്കെ അനുഗ്രഹമായിട്ട് ശോഭിക്കുന്നുണ്ട്. അപ്പോൾ ആ മഹാത്മാവിൻ്റെ ജയന്തിയാണ് നാളെ. അദ്ദേഹത്തെ അനുസ്മരിക്കാം എല്ലാവർക്കും. ഗുരു പരമ്പരയിൽ നമുക്ക് എന്താ പറയുക, ഒരു പരമഗുരുവാണ്. ദയാനന്ദ സ്വാമിജിയുടെ ഗുരു ചിന്മയാനന്ദ സ്വാമിജി, ചിന്മയാനന്ദ സ്വാമിജിക്കും വേദാന്ത ഗുരു വിദ്യാഗുരു തപോവനസ്വാമികൾ, സന്യാസ ഗുരു ശിവാനന്ദ സരസ്വതി സ്വാമികൾ. ശിവാനന്ദ സരസ്വതി സ്വാമികളിൽ നിന്നാണ്
സന്യാസം സ്വീകരിച്ചത്. തപോവനസ്വാമികൾ ആർക്കും സന്യാസം കൊടുത്തിട്ടില്ല. അദ്ദേഹം ഒരു ഏകാന്തപതികനായിരുന്നു, ഒറ്റയാൻ എന്ന് പറയാം. പക്ഷെ അദ്ദേഹത്തിൽ നിന്ന് വേദാന്തം പഠിക്കാൻ ചിന്മയാനന്ദ സ്വാമിജി 2 വർഷം പുറകെ തന്നെ നടന്ന് ഉത്തരകാശിയിലും ഗംഗോത്രിയിലും ഒക്കെ താമസിച്ചും പഠിച്ചതാണ്. നമുക്ക് ആ മഹാത്മാവിനെ ഇപ്പം തന്നെ സ്മരിച്ചുകൊണ്ട് നാളെ മറക്കാതിരിക്കാം. അതിനാണ് ഞാനിപ്പോൾ ഇതെല്ലാം പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളാണ് നാളെ. എല്ലാവർക്കും എല്ലാ ആശംസകളും. ഏറ്റവും പ്രധാനം ഭഗവാനെ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഒക്കെ ചെയ്തോളൂ. ഭഗവാന്റെ ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത, വിഷ്ണു സഹസ്രനാമം ഇതൊക്കെ പാരായണം ചെയ്യാം. അടുത്തുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം ചെയ്യാം. ഗുരുവായൂരിൽ പോകുന്നവർക്ക് പോകാൻ പറ്റിയാൽ പോകാം. അല്ലെങ്കിൽ അതിന് പകരമായിട്ട് എല്ലാ വിഷ്ണു ക്ഷേത്രങ്ങളും ഗുരുവായൂർ തന്നെയാണെന്ന് കരുതി പോകാം. ഇത് നമ്മുടെ ഗൃഹത്തിൽ തന്നെ ഇരുന്ന് ഗുരുവായൂരപ്പനെ ഭജിക്കാം. ഓരോരുത്തരും അവരവരുടെ ശക്തി പോലെ, യഥാശക്തി. അതാണ് മുഖ്യം. പട്ടിണി കിടക്കുന്നതൊക്കെ അവനവൻ്റെ ആരോഗ്യത്തിന് അനുസരിച്ച്, പ്രായത്തിനും ആരോഗ്യത്തിനും അസുഖങ്ങൾക്കൊക്കെ അനുസരിച്ച് ഉപവാസമെല്ലാം അനുഷ്ഠിക്കാം. ഉപവാസം ശക്തിയുള്ളവർ അനുഷ്ഠിക്കുക നല്ലതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് വരാം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 31-ാം അധ്യായം, രാസപഞ്ചാധ്യായിയിലെ 3-ാം അധ്യായം, ഗോപികാഗീതം. നമുക്ക് ആദ്യം പാരായണം ചെയ്യാം, എന്നിട്ട് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 31-തമോऽധ്യായഃ. ഓം ഗോപ്യ ഊജുഃ ജയതി തേധികം ജന്മനാ വ്രജ ശ്രയത ഇന്ദിരാ ശശ്വതത്ര ഹി ദയിതദൃശ്യതാം ദിക്ഷു താവകാഃ ത്വയി ധൃതാസവസ്ത്വാം വിചിന്വത്തെ ശരദുദാശയേ സാധുജാതസ സരസിജോദര ശ്രീമുഷാദൃശ സുരതനാദതേ അശുൽക്കദാസികാ വരദ നിഘ്നദോ നേഹ കിം വദഃ വിഷജലാപ്യയാദ്വ്യാളരാക്ഷസാദ് വർഷമാരുദാദ് വൈദ്യുദാനലാദ് വൃഷമയാത്മജാത് വിശ്വതോ ഭയാത് ഋഷഭതേ വയം രക്ഷിതാമുഹുഃ ന ഖലു ഗോപികാ നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക് വിഘനസാർത്തിദോ വിശ്വഗുപ്തയേ സഖ ഉദൈവാൻ സാത്വതാം കുലേ വിരചിതാഭയം വൃഷ്ണിധുര്യത്തെ ചരണമീയുഷാം സംസൃതേർഭയാത് കരസരോരുഹം കാന്തകാമദം ശിരസി ദേഹിനഃ ശ്രീകരഗ്രഹം വ്രജജനാർത്തിഹൻ വീരയോഷിതാം നിജജനസ്മയധ്വംസനസ്മിതം ഭജസഖേ ഭവത്കിങ്കരീസ്മനോ ജലരുഹാനനം ചാരുദർശയ പ്രണതദേഹിനാം പാപകർശനം തൃണചരാനുഗം ശ്രീനികേതനം ഭണിഭണാർപ്പിതം
ते पदाम्बुजं कृणुकुचेषु नः कृन्दी हृच्छयम् मधुरया गिरा वल्गुवाक्यया बुधमनोज्ञया पुष्करे क्षण विधिकरीरिमा वीरमुह्यति अधरसीदुनाप्याययस्व नः तव कथामृतं तप्तजीवनं कविभिरीडितं कल्मषापहम् श्रवणमङ्गलं श्रीमदाददं भुवि गृह्णन्ति ते भूरिता जना प्रहसितं प्रिय प्रेमवीक्षणं विहरणं च ते ध्यानमङ्गलम् रहसि संविदो या हृदिस्पृशः कुहगनो मनः क्षोभयन्दिः चलसि यद्व्रजाच्चारयन् पशून् नളിनसुन्दरं नाधते पदम् शिलतृणाङ्गुरैः सीददीदिनः कलिलतां मनः कान्द गच्छति दिनपरीक्षये नीलकुन्दलैः वनरुहाननं बिभ्रदावृतम् गणरजस्वलं दर्शयन्मुहुः मनसि न स्मरं वीरयच्छसि प्रणतकामदं पद्मजार्चितं धरणिमण्डनं ध्येयमापदि चरणपङ्कजं शन्तमं च ते रमणनः स्तनेष्वर्पयादिहन् सुरतवर्धनं शोकनाशनं स्वरितवेणुना सुष्ठुचुम्बितम् इतररागमे स्मारणं नृणां वितरवीरना ते धरामृदम् अटति यद्भवान् अह्निकाननं त्रुटिर्युगायते त्वामपश्यताम् कुटिलकुन्दलं श्रीमुखं च ते जड उदीक्षतां पक्ष्मकृदृशाम् पतिसुतान्वय भ्रातृबान्धवान् अतिविलङ्घ्यतेऽच्युतागदा गदिविदस्तमो गीतमोहिता कितवयोषित कस्त्यजेन्निशि रहसि संविदं हृच्छयोदयं प्रहसिदाननं प्रेमवीक्षणम् बृहदुरश्रियो वीक्ष्य धामते मुहुरदे स्पृहा मुह्यते मनः व्रजजनौगसां व्यक्तिरङ्गते वृजिनहन्द्र्यलं विश्वमङ्गलं त्यजमनार्चनः त्वल्स्पृहात्मनां स्वजनहृद्रुजां यन्निषूदनम् यत्ते सुजातचरणम्बुरुहं स्तनेषु भीदाशनैः प्रियदधीमहि कर्कशेषु तेनाडवीम् अडसि तद्व्यदतेन किं स्विद कूर्पादिभिर्भ्रमति धीर्भवदायुषाम् हरि ओम् इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे पूर्वार्धे रासक्रीडायां गोपीगीतं नाम 31तमोऽध्यायः। सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द
നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഹരേ നാരായണ. ഹരി ഓം. വൈകി വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഇപ്പോൾ രാസപഞ്ചാധ്യായിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ മൂന്നാമത്തെ അധ്യായമാണ് ഗോപികാഗീതം. ഇപ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ അവസാനം ഭഗവാൻ ഗോപികമാരെ വൃന്ദാവനത്തിൽ രാത്രി നേരത്ത് അനാഥരാക്കിക്കൊണ്ട് അന്തർദാനം ചെയ്തു. അതിന് കാരണം അവർക്ക് അഹങ്കാരം പൊങ്ങി വന്നു. അപ്പോൾ അവരെ അനുഗ്രഹിക്കാനായിക്കൊണ്ട്, അവരുടെ അഹങ്കാരത്തെ തീർക്കാനായിക്കൊണ്ട് ഭഗവാൻ അന്തർദാനം ചെയ്തു എന്ന് പറഞ്ഞു. കഴിഞ്ഞ 30-ാം അധ്യായത്തിൽ അങ്ങനെ ഭഗവാനെ കാണാതിരുന്ന ഗോപികൾ വളരെ ദയനീയമായിട്ടുള്ള ഭാവത്തിൽ പരവശരായിക്കൊണ്ട് വനത്തിൽ മുഴുവൻ എല്ലാ വൃക്ഷലതാദികളോടും എല്ലാം ഭഗവാനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് അന്വേഷിച്ചുകൊണ്ട് തിരയുന്നതും ഭഗവാനെ അനുകരിച്ച് ഭഗവാൻ ചെയ്ത ലീലകളെല്ലാം തന്മയീ ഭാവത്തോട് അവതരിപ്പിച്ചതും എല്ലാം കണ്ടു. അത് കഴിഞ്ഞ് അവസാനം ഏകാന്തത്തിൽ ഒരു ഗോപികയെ അല്ലെങ്കിൽ രാധയെ ഭഗവാൻ കൊണ്ടുപോയിരുന്നു. അവൾക്കും അഹങ്കാരം വന്നപ്പോൾ ഭഗവാൻ അവളെയും വനത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നതും അതുകണ്ട് അവളെയും കൂട്ടിക്കൊണ്ട് വനത്തിൽ മുഴുവൻ തെരഞ്ഞ് മതിയായി, വെളിച്ചുള്ളിടത്തൊക്കെ തെരഞ്ഞു നിരാശരായിക്കൊണ്ട് യമുനാ തീരത്തേക്ക് മടങ്ങി വന്നു. എവിടെയാണോ ഭഗവാൻ നഷ്ടപ്പെട്ടത്, എവിടെ വെച്ചാണോ ഭഗവാൻ അന്തർദാനം ചെയ്ത് അതേ പുളിനത്തിലേക്ക് തന്നെ വന്ന് എല്ലാവരും കൂടി ചേർന്ന് ഭഗവാനെക്കുറിച്ച് പാടി. ആ പാട്ടായിരുന്നു ഗോപികാഗീതം. അപ്പോൾ ഭഗവാന്റെ അടുത്ത് ഞങ്ങളെ കാണൂ, ഞങ്ങൾക്ക് കാണപ്പെട്ടവനായി ഭവിക്കൂ, ഞങ്ങളുടെ മുമ്പിൽ ദർശനം നൽകൂ, ദയിത ദൃശ്യതാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അങ്ങയുടെ ജന്മം കൊണ്ട് ഈ വൃന്ദാവനം വളരെ ഐശ്വര്യപൂർണമായി ശോഭിക്കുന്നു. കാരണം ഇന്ദിരാദേവി ഇവിടെ തന്നെ സ്ഥിരമായിട്ട് വസിക്കുന്നു. അപ്പോൾ ലക്ഷ്മി സാന്നിധ്യം കൊണ്ടും ഈ ഗോകുലം, ഈ വൃന്ദാവനം വളരെയധികം ഐശ്വര്യ സമൃദ്ധമായിരിക്കുന്നു. പക്ഷേ ഈ ഐശ്വര്യത്തിൻ്റെ നടുവിലും ഞങ്ങൾക്ക് അതിലൊന്നുമല്ല താല്പര്യം. ഞങ്ങൾക്ക് അങ്ങയെ മാത്രം മതി. ആ അങ്ങയെ പ്രാപിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വനത്തിലേക്ക് വന്നത്. പക്ഷേ അങ്ങ് ഞങ്ങളെ ഉപേക്ഷിച്ച് പോയി. ഞങ്ങൾ അങ്ങയെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ? താവകാഹ ത്വയി ധൃതാസവഹ. അങ്ങേക്ക് പ്രിയപ്പെട്ടവരായ ഞങ്ങൾ അങ്ങയിൽ തന്നെ പ്രാണനെ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങാകുന്ന പ്രാണനോട് കൂടിയവരായിട്ട് ആ പ്രാണൻ ശരീരത്തിൽ നിന്ന് വിട്ടുപോയാൽ എത്ര തുടിക്കും മനുഷ്യർ, ഓരോ പ്രാണിയും. അപ്പൊ അതുപോലെ ഇപ്പൊ അങ്ങ് ഞങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നു. അങ്ങയെ ഞങ്ങൾ തിരയുന്നത് കാണുന്നില്ലേ? തിരയുന്നത് കാണുമ്പോൾ അങ്ങേക്ക് ഞങ്ങളോട് ദയ തോന്നും. അങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ അങ്ങ് കാണപ്പെട്ടവനായും ഭവിക്കും. ദയിത ദൃശ്യതാം. ഇനി ഞങ്ങൾക്ക് വൃന്ദാവനത്തിൽ തന്നെ മിണ്ടാതിരുന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കാം. അതിന് സാധിക്കുന്നില്ല. കാരണം അങ്ങയുടെ അതിമനോഹരങ്ങളായ കണ്ണുകൾ കൊണ്ട്
ഇനി വിളിക്കില്ല എന്ന് തോന്നുന്നു. സ്വാമിജിയാണ് വിളിക്കുന്നത്. വിളിക്കില്ല വിചാരിക്കും. ഇപ്പോ ശരത്കാലത്തെ ജലാശയത്തിൽ വികസിച്ചതായിട്ടുള്ള, നല്ലതുപോലെ വികസിച്ചതായിട്ടുള്ള ഒരു നല്ല താമരയുടെ ഉദരഭാഗത്തെ സ്ത്രീയെ മോഷിക്കുന്ന, ഉദരഭാഗത്തെ ശോഭയെ അപഹരിക്കുന്ന, വെല്ലുന്ന മനോഹരമായ അങ്ങയുടെ കണ്ണുകൾ കൊണ്ടുള്ളതായിട്ടുള്ള നോട്ടം ഞങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങൾക്ക് ഗോകുലത്തിൽ ഇരിക്കെ പൊറുതിയില്ലാതെയാണ് ഞങ്ങൾ അങ്ങയുടെ പുറകെ വൃന്ദാവനത്തിലേക്ക് വന്നത്. അങ്ങ് ഞങ്ങൾക്ക് സുരതം നൽകുന്ന നാഥനല്ലേ, ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നവനല്ലേ, ഞങ്ങൾ അങ്ങയുടെ അശുൽക്കദാസികകളല്ലേ, ശുൽക്കമില്ലാതെ യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ അങ്ങയെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന ദാസികളാകുന്നു ഞങ്ങൾ. അങ്ങ് വരദനല്ലേ, ഞങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്തും കൊടുക്കാൻ കഴിവുള്ള ആളല്ലേ. അപ്പൊ ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു തന്നൂടെ, ഞങ്ങൾക്ക് ദർശനം തരികയേ വേണ്ടൂ. അങ്ങ് ഞങ്ങളെ ഈ ചെയ്യുന്നതൊരു വധം തന്നെയല്ലേ, ഞങ്ങളെ കൊല്ലാക്കൊല ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ഞങ്ങളെ എങ്ങനെ പീഡിപ്പിക്കണോ എന്നിങ്ങനെ വീണ്ടും കേഴുകയാണ്. അങ്ങ് ഞങ്ങളെ പല അപകടങ്ങളിൽ നിന്നും രക്ഷിച്ച ആളാണ്. അങ്ങേക്ക് ഞങ്ങളോട് വല്ല ശത്രുതയുണ്ടായിരുന്നെങ്കിൽ അന്നേ തന്നെ ഞങ്ങളെ വിട്ടേക്കാമായിരുന്നു. ഞങ്ങൾ അന്ന് മരിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങളെ അതിൽ നിന്നെല്ലാം രക്ഷിച്ചിട്ട് ഇപ്പൊ ഈ കൊല്ലാക്കൊല ചെയ്യുന്നത് ന്യായമാണോ? അല്ലേ? ആ വിഷജലം പാനം ചെയ്തിട്ടുള്ള നാശത്തിൽ നിന്ന്, അതുപോലെ അഘാസുരനാകുന്ന വ്യാളരാക്ഷസനിൽ നിന്ന്, അതുപോലെ ഇന്ദ്രന്റെ കോപത്തിൽ നിന്ന്, പെരുമഴയിൽ നിന്ന് ഗോവർദ്ധനോദ്ധാരണം ചെയ്തുകൊണ്ടും, ആ ഇടിമിന്നലിൽ നിന്നും, കാട്ടുതീയിൽ നിന്നും, അതുപോലെ വൃഷപുത്രനായ വത്സാസുരനിൽ നിന്നും, മയപുത്രനായിട്ടുള്ള വ്യോമാസുരനിൽ നിന്നും, അങ്ങനെ ഞങ്ങൾക്ക് എന്തെന്ത് ഭയം വന്നുവോ എല്ലാ ഭയങ്ങളിൽ നിന്നും അങ്ങ് ഞങ്ങളെ പല പ്രാവശ്യം രക്ഷിച്ചവനല്ലേ. അങ്ങനെയുള്ള അങ്ങേക്ക് ഇപ്പൊ എന്താ ഞങ്ങളോട് ഇങ്ങനൊരു പരിഭവം? അങ്ങ് ഞങ്ങളുടെയൊക്കെ നാഥനായ നന്ദഗോപരുടെയും ഞങ്ങളുടെ രാജ്ഞിയായ യശോദാദേവിയുടെയും മകനല്ലേ. അവർക്ക് ഞങ്ങളോട് എത്ര കരുതലും സ്നേഹവുമുണ്ട്. അത് അല്പമെങ്കിലും അങ്ങയ്ക്ക് ഉണ്ടാവേണ്ടതല്ലേ. ഇനി അങ്ങയ്ക്ക് ഞങ്ങളുടെയൊക്കെ അന്ധക്കരണം, ഞങ്ങളുടെയൊക്കെ മനസ്സറിയുന്നതല്ലേ. അഖില ദേഹിനാം അന്തരാത്മദൃക്ക്. അങ്ങ് ബ്രഹ്മദേവനാൽ അർത്ഥിക്കപ്പെട്ടിട്ടല്ലേ വിശ്വഗുപ്തിക്കായിക്കൊണ്ട് ഈ യാദവ കുലത്തിൽ വന്ന് ജനിച്ചത്. അപ്പോ വിശ്വത്തെ തന്നെ രക്ഷിക്കുന്ന അങ്ങയ്ക്ക് ഞങ്ങളെ രക്ഷിച്ചുകൂടെ? ഞങ്ങളെ ഈ ദുഃഖത്തിൽ നിന്ന് കരകയറ്റിക്കൂടെ? ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരല്ലേ നന്ദഗോപരും യശോദയും. അവരുടെ പുത്രനായിട്ടല്ലേ, രാജകുമാരനായിട്ടല്ലേ അങ്ങ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ രക്ഷകനല്ലേ അങ്ങ്. അപ്പോ ഹേ വൃഷ്ണിദുര്യ, ഈ വൃഷ്ണിവംശത്തിന്റെ ഭാരം ചുമക്കുന്നവനെ, ഇതിന്റെ നായകസ്ഥാനം വഹിക്കുന്നവനെ, രക്ഷകനായിരിക്കുന്നവനെ, അങ്ങയെ ആശ്രയിക്കുന്ന, അങ്ങയുടെ പാദങ്ങളെ ആശ്രയിക്കുന്ന ആളുകളുടെ സംസാര ഭയം തീർത്ത് അവർക്ക് അഭയം കൊടുക്കുന്നതാണല്ലോ അങ്ങയുടെ കരസരോരുഹം. അത് കാമതം ആണല്ലോ. എല്ലാവർക്കും ആഗ്രഹിച്ചതെല്ലാം കൊടുക്കാൻ കഴിവുള്ള കാമതമായിട്ടുള്ളതാണ്. ലക്ഷ്മി ദേവി പോലും ഏതൊരു അങ്ങയുടെ കരങ്ങളെ ഗ്രഹിച്ചിരിക്കുന്നുവോ അങ്ങനെയുള്ള ശ്രീകരഗ്രഹം നഹ ശിരസി ദേഹി. ഞങ്ങളുടെ ശിരസിൽ ധരിച്ചാലും, ഞങ്ങളുടെ താപത്തെ അകറ്റിയാലും, ഞങ്ങളെ അനുഗ്രഹിച്ചാലും, അങ്ങ് ഈ വ്രജജനങ്ങളുടെ എല്ലാ ദുഃഖങ്ങളെയും ഹനിക്കുന്നവനല്ലേ. വ്രജജനാർത്തിഹൻ വീര, അങ്ങ് വീരനാണ്, സമർത്ഥനാണ്, ശക്തനാണ്, ആശ്രയിക്കുന്നവർക്ക് അഭയം കൊടുക്കുന്നവനാണ്. അപ്പോ നിജജനസ്മയ ധ്വംസനസ്മിത, അങ്ങേക്ക് ഞങ്ങളുടെ അഹങ്കാരം ശമിപ്പിക്കാൻ ഇങ്ങനെ ഒളിച്ചു കളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അങ്ങയുടെ പുഞ്ചിരി മാത്രം പോരെ അല്ലേ? പുഞ്ചിരി കൊണ്ട് മാത്രം ഞങ്ങളുടെ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ കഴിവുള്ളപ്പോ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ഒന്ന് പുഞ്ചിരിച്ചാൽ പോരെ? എന്തിനാ അങ്ങനെ അന്തർദാനം ചെയ്ത് ഞങ്ങളെ പെടാപാടുപെടുത്തുന്നത്? നിജജനസ്മയ ധ്വംസനസ്മിത, നിജജനങ്ങളുടെ സ്മയത്തെ ധ്വംസിക്കുന്ന മന്ദഹാസത്തോടു കൂടിയവനെ. ഹേ സഖേ ഭവത് കിങ്കരീസ്മനോ ഭജ, അങ്ങയുടെ കിങ്കരികളല്ലേ, ദാസിമാരല്ലേ ഞങ്ങൾ.
ഞങ്ങളെ സേവിക്കൂ, ഞങ്ങളെ അനുഗ്രഹിക്കൂ. യോഷിതാം, ഈ സ്ത്രീകളായ ഞങ്ങൾക്ക് അങ്ങയുടെ ജലരുഹാനനം ദർശയ, താമര പോലെയുള്ളതായിട്ടുള്ള അങ്ങയുടെ മനോഹര മുഖം, ചാരുവായ ജലരുഹാനനം ദർശയ, കാണിച്ചു തരൂ, ഞങ്ങൾക്ക് ദർശനം തരൂ, ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനാകൂ, ഞങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കരുതേ, ഞങ്ങളുടെ ക്ലേശം നശിപ്പിച്ചു തരയണമേ എന്ന് വീണ്ടും വീണ്ടും കെഞ്ചി പ്രാർത്ഥിക്കുകയാണ്, വളരെ ദൈന്യഭാവത്തിൽ. ഇനി ഒരിക്കലും ഇവർക്ക് ഇതുപോലെ അഹങ്കാരം വരില്ല. ആ രീതിയിൽ ഭഗവാൻ അവരെ പാകപ്പെടുത്തി നടത്തും. അപ്പൊ ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് അവരുടെ എന്താ പറയുക, അന്ധകരണത്തിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അതും കഴുകിക്കളയാനുള്ള ഒരു അവസരം ഭഗവാൻ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. ഈസി ആയിട്ട് ഭഗവാനെ കിട്ടില്ല അല്ലേ, കുറച്ച് കഷ്ടപ്പെട്ടാലേ ഭഗവാനെ കിട്ടുള്ളൂ. ക്ഷുരസ്യധാരാ നിശിതാ ദുരത്യയ. അപ്പോ അങ്ങനെ ഇരിക്കെ അഹങ്കാരം കാണിച്ചാലോ ഈസി ആയിട്ട് കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് ഭഗവാൻ ഗോപികമാർക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിരുന്നു. പക്ഷേ അവർക്ക് അതുകൊണ്ട് അഹങ്കാരം ഉണ്ടായി. അപ്പോൾ അതിനുള്ള പണി കൊടുത്തതാണ് ഭഗവാൻ, അവരുടെ അഹങ്കാരത്തെ പൂർണ്ണമായും ശമിപ്പിക്കാനായിക്കൊണ്ട്. എന്തായാലും അവര് വളരെ ദൈന്യതയോടെ ഓരോരുത്തരായി മാറി 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 പാടുന്ന പാട്ടാണ് ഗോപികാഗീതം. തുടരുന്നു 7-ാം ശ്ലോകം. പ്രണതദേഹിനാം പാപകർശനം തൃണചരാനുഗം ശ്രീനികേതനം ഭണിഭണാർപ്പിതം തേ പദാംബുജം കൃണുകുചേഷു നഃ കൃന്ദിഹൃച്ഛയം. പ്രണതദേഹിനാം പാപകർശനം തൃണചരാനുഗം ശ്രീനികേതനം ഭണിഭണാർപ്പിതം തേ പദാംബുജം കൃണുകുചേഷു നഃ കൃന്ദിഹൃച്ഛയം. അപ്പോ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. 2 കാര്യങ്ങളാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. അതിന് ഒരു കാര്യം തന്നെയാണ് മുഖ്യം. ഞങ്ങളുടെ ഹൃച്ഛയം കൃന്തി. ഹൃച്ഛയം എന്ന് പറഞ്ഞാൽ കാമപീഡ, മന്മഥപീഡ, താപം. അപ്പൊ മന്മഥ താപത്തെ കൃന്തി, കൃന്ദനം ചെയ്താലും, ത്വം കൃന്തി, അങ്ങ് ഛേദിച്ചാലും, അങ്ങ് മുറിച്ചു കളഞ്ഞാലും, നശിപ്പിച്ചാലും എന്നർത്ഥം. അപ്പൊ ഞങ്ങളുടെ ഉള്ളിൽ ആ മന്മഥൻ ഞങ്ങളെ വല്ലാതെ പീഡിപ്പിക്കുന്നു, തപിപ്പിക്കുന്നു. അങ്ങ് ആ രീതിയിലാണ് ഞങ്ങളെ ഇതുവരയ്ക്കും മോഹിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് അങ്ങയെക്കുറിച്ചിട്ടുള്ള ചിന്ത പോകുന്നേയില്ല. അങ്ങയെ കാണാതെ, അങ്ങയുടെ അനുഗ്രഹം ലഭിക്കാതെ, അങ്ങയുടെ പാദസ്പർശം, അങ്ങയുടെ കരസ്പർശം എല്ലാം ഉണ്ടാവാതെ ഞങ്ങളുടെ ഉള്ളിലുള്ള താപം ശമിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഉള്ളിലുള്ള താപത്തെ, മന്മഥ താപത്തെ ഹൃച്ഛയം കൃന്തി. അപ്പോ അതിനെന്താ, എങ്ങനെയാണ് മന്മഥ താപത്തെ നശിപ്പിക്കുക? അതിന് അങ്ങയുടെ തേ പദാംബുജം നഃ കുചേഷു കൃണു. തേ പദാംബുജം, അങ്ങയുടെ പാദകമലത്തെ, നഃ കുചേഷു, ഞങ്ങളുടെ സ്ഥലങ്ങളിൽ, ഞങ്ങളുടെ ഹൃദയസ്ഥാനത്ത്, ഞങ്ങളുടെ ഏറ്റവും അധികം താപമുള്ളത് ഹൃദയത്തിലാണ്. അത് ഞങ്ങളുടെ സ്ഥലങ്ങളിലൂടെയാണ് പ്രകടമാകുന്നത്. അപ്പൊ ആ സ്ഥലങ്ങളെ അങ്ങയുടെ പാദം കൊണ്ട് സ്പർശിച്ചാൽ, പാദസ്പർശം, അതാണ് കുചേഷു പാദാംബുജം കൃണു എന്നർത്ഥം. കൃണു എന്ന് പറഞ്ഞാൽ ചേർത്തു വെക്കൂ എന്നർത്ഥം. ത്വം കൃണു, ചെയ്യൂ എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ ത്വം കൃണു, അങ്ങ് ചെയ്യൂ. എന്തിനെ ചെയ്യൂ? അങ്ങയുടെ പാദാംബുജം, തേ പദാംബുജം നഃ കുചേഷു കൃണു, ഞങ്ങളുടെ കുചങ്ങളിൽ ചേർത്തു വെച്ചാലും. അപ്പൊ എങ്ങനെയുള്ളതാണ് അങ്ങയുടെ പദാംബുജം എന്നുള്ള പാദാംബുജത്തെ വിശേഷിപ്പിച്ചതായിട്ടുള്ള പദങ്ങളാണ് ബാക്കിയുള്ള പദങ്ങള്. എന്തൊക്കെയാണ് ഭഗവാന്റെ പാദങ്ങളില് വിശേഷങ്ങള്? പ്രണതദേഹിനാം പാപകർശനം. പ്രണതദേഹിനാം പാപകർശനം. ആരാണോ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് പ്രണമിക്കുന്നത്, നമസ്കരിക്കുന്നത്, ശരണം പ്രാപിക്കുന്നത്, അങ്ങനെ
ഭഗവാന്റെ മുമ്പിൽ ശരണം പ്രാപിക്കുന്ന നമസ്കരിക്കുന്നവരായിട്ടുള്ള ഭക്തന്മാരുടെ ദേഹികളുടെ പാപത്തെ മുഴുവൻ കർഷിപ്പിക്കുന്നതാണ്, നശിപ്പിച്ചു കളയുന്നതാണ്. കൃശമാക്കുന്നത് കർഷിക്കുക. അപ്പൊ ഭഗവാന്റെ പാദങ്ങളിൽ ആര് ചെന്ന് നമസ്കരിക്കുന്നുവോ അവരുടെ പാപങ്ങളെല്ലാം ശുഷ്കിച്ചു പോകും, പാപങ്ങളെല്ലാം നശിപ്പിക്കും ഭഗവാൻ. അങ്ങനെയുള്ളതാണ് ഭഗവാന്റെ പാദം, പദാംബുജം. മാത്രമല്ല അത് തൃണചരാനുഗം, തൃണചര അനുഗം. തൃണചരങ്ങൾ എന്ന് പറഞ്ഞാല് പശുക്കൾ എന്നർത്ഥമാണ്. തൃണം കൊണ്ട് ചരിക്കുന്നവർ, പുല്ലുകൊണ്ട് ഉപജീവനം നടത്തുന്നവർ എന്നർത്ഥം. പുല്ലാണ് അവർക്ക് ചരിക്കാനുള്ള, ജീവിക്കാനുള്ള ഉപജീവന മാർഗം. അപ്പൊ പുല്ല് തിന്ന് ജീവിക്കുന്നവരാണ് തൃണചരങ്ങൾ, പശുക്കൾ, ഗോക്കൾ. ആ ഗോക്കളെ അനുഗമിക്കുന്നത്, പിന്നാലെ പോകുന്നത്. അപ്പോ അങ്ങ് കാരുണ്യ നിമിത്തമാണ് ആ പശുക്കളുടെ പുറകെ പോലും പോകുന്നത്. അങ്ങയുടെ അടുത്തേക്ക് ആര് വന്ന് നമസ്കരിച്ചാലും അവരുടെ പാപങ്ങളെ നശിപ്പിക്കാൻ കഴിവുള്ള പാദങ്ങളെ കൊണ്ട് അങ്ങ് കാരുണ്യം കൊണ്ട് കേവലം പശുക്കളുടെ പുറകെ പോലും സഞ്ചരിക്കുന്നു. അപ്പൊ പശുക്കളോട് കാണിക്കുന്ന കാരുണ്യം ഞങ്ങളോടും കാണിച്ചുകൂടെ? അതാണ് അങ്ങയുടെ പദാംബുജത്തിന്റെ മഹാത്മ്യം ഞങ്ങൾക്കറിയാം. അത് പ്രണതദേഹിനാം പാപകർശനം. പക്ഷെ അത് ലളിതമായിട്ട് എല്ലാവർക്കും ലഭിക്കും. അങ്ങയെ ആശ്രയിക്കുന്നവർക്കൊക്കെ അങ്ങ് കൊടുക്കും, ഉറപ്പാണ്. മാത്രമല്ല എന്താ പറയുക, വായില്ലാത്ത ജന്തുക്കളായ വെറും പശുക്കളുടെ പുറകെ പോലും അങ്ങ് അവരെ രക്ഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. തൃണചരാനുഗം. ശ്രീനികേതനം, അത് ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനം കൂടിയാണ്. ലക്ഷ്മി ദേവിയും അങ്ങയുടെ പാദങ്ങളെ സേവിച്ചുകൊണ്ട് അവിടെ തന്നെ സ്ഥിരവാസമാണ്. അപ്പൊ ലക്ഷ്മിയുടെ വാസസ്ഥാനമായിരിക്കുന്നതാണ് അങ്ങയുടെ പാദങ്ങൾ. അത്രയും മാഹാത്മ്യമേറിയതാണ്. ഇനി അത് എന്താ പറയുക, ലക്ഷ്മി അങ്ങയുടെ ആ പാദത്തിന്റെ സൗന്ദര്യാതിശയം കൊണ്ടാണ് അതിനെ സേവിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ വെറും സൗന്ദര്യം മാത്രമാണോ അങ്ങയുടെ പാദത്തിന്റെ ഒരു മഹിമ ലക്ഷണം? അല്ല, അതിന് വീര്യവുമുണ്ട്, അതിന് ശക്തിയുമുണ്ട്. ശക്തനായിട്ടുള്ള കാളിയൻ എന്ന ആ ഭണിയുടെ ഭണങ്ങളിൽ അർപ്പിച്ചതാണത്. ഭണി എന്നാൽ സർപ്പം. കാളിയൻ എന്ന സർപ്പത്തിന്റെ ഭണങ്ങളിൽ, ശിരസ്സുകളിൽ അർപ്പിച്ചതാണ്. അവന്റെ ശിരസ്സുകളുടെ അഹങ്കാരത്തെ ചവിട്ടി മെതിച്ചതാണ്. എത്ര ശക്തനായിട്ടുള്ളവനാണ് ആ കാളിയൻ! ആ കാളിയന്റെ ശിരസ്സുകളെ എല്ലാം പഞ്ഞിയാക്കി ചതച്ച് ചമ്മന്തിയാക്കിയതായിട്ടുള്ള പാദങ്ങളാണ്. അപ്പോ അതിൽ വീര്യത്തിനും കുറവില്ല. അപ്പൊ സൗന്ദര്യം, വീര്യം, കാരുണ്യം, ഇങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും അങ്ങയുടെ പാദങ്ങളിൽ കാണാം. എല്ലാ മഹാത്മ്യവും തികഞ്ഞതാണ് അങ്ങയുടെ പദാംബുജം. അപ്പൊ ഭണിപണാർപ്പിതം, ആ കാളിയന്റെ ശിരസിൽ പോലും, ആ ദുഷ്ടനായ കാളിയന്റെ ശിരസിൽ വെച്ചതല്ലേ അങ്ങയുടെ പാദങ്ങൾ? എന്തുകൊണ്ട് അങ്ങയുടെ ഭക്തകളായിട്ടുള്ള ഞങ്ങൾ കെഞ്ചുമല്ലേ ഇവിടെ കിടന്നിട്ട്? ഞങ്ങളുടെ ശിരസിലോ ഞങ്ങളുടെ കുജങ്ങളിലോ വെച്ചുകൂടെ? അല്ലേ? ദുഷ്ടനായ കാളിയന്റെ ശിരസിൽ വെക്കാൻ അങ്ങേക്കൊരു മടിയില്ല. അഹങ്കാരിയായ, അത്രയും ശക്തനായ, പാറ പോലെയുള്ളതായിട്ടുള്ള, പർവ്വതങ്ങൾ പോലെയുള്ളതായിട്ടുള്ള അവന്റെ ശിരസിലൊക്കെ അങ്ങ് ചാടിക്കളിച്ചു. ഞങ്ങളുടെ കുചങ്ങൾ അത്രയ്ക്കൊക്കെ കഠിനങ്ങളാണോ? അല്ലല്ലോ. അങ്ങേക്ക് വേദനിക്കൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കുചങ്ങളിൽ വെച്ച് ഞങ്ങൾക്കും ശാന്തിയാകും, അങ്ങയുടെ പാദങ്ങൾക്കും ഒരു എന്താ പറയുക സുഖം കിട്ടും. അപ്പോൾ ഞങ്ങളുടെ കുചേഷു കൃണു, കുചങ്ങളിൽ അതിനെ ചേർത്തു വയ്ക്കൂ, പാദങ്ങളെ ചേർത്ത് വയ്ക്കൂ. ഞങ്ങളുടെ ഹൃദയം കൃന്തി, ഞങ്ങളുടെ ഉള്ളിലുള്ള കാമപീഡയെ നശിപ്പിച്ചാലും ഛേദിച്ചു കളഞ്ഞാലും അങ്ങയുടെ പാദസ്പർശമേൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ കാമവാസനകളും പോകും. അല്ലേ? കാമന്റെ വാസസ്ഥാനം ഹൃദയമാണ്. ആ ഹൃദയത്തിൽ അങ്ങയുടെ പാദസ്പർശമേൽക്കുന്നതോടുകൂടി കാമനാശം സംഭവിക്കും, കാമജയം സംഭവിക്കും. ഭഗവാന്റെ പാദം നമ്മുടെ ഉള്ളിലും ഉണ്ടാവട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഭഗവാന്റെ പാദസ്മരണ ഉണ്ടാവട്ടെ, പാദസ്പർശം ഉണ്ടാകട്ടെ. അതുകൊണ്ട് എന്തുണ്ടാവും? അതുകൊണ്ട് നമുക്ക് കാമജയം സാധിക്കും. ഇതാണ് അവർ പ്രാർത്ഥിക്കുന്നതിൻ്റെ പരോക്ഷമായിട്ടുള്ള താത്വികമായിട്ടുള്ളൊരു അർത്ഥം. അപ്പൊ ഞങ്ങളുടെ
ഹൃദയസ്ഥാനത്ത് ഞങ്ങളുടെ കുചങ്ങളിൽ അങ്ങയുടെ പാദം വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കൂ, ഞങ്ങളെ തണുപ്പിക്കൂ, ഞങ്ങളുടെ ഉള്ളിലുള്ള ആ കാമപീഡ ശമിക്കട്ടെ. പ്രണതദേഹിനാം പാപകർശനം തൃണചരാനുഗം ശ്രീനികേതനം ഭണിഭണാർപ്പിതം തേ പദാംബുജം കൃണുകുചേഷു നഃ കൃന്തി ഹൃച്ഛയം മധുരയാ ഗിരാ വൽഗുവാക്യയാ ബുധമനോജ്ഞയാ പുഷ്കരേക്ഷണ വിധികരീരിമാ വീരമുഹ്യദീ അധരസീതുനാപ്യായയസ്വ നഃ മധുരയാ ഗിരാ വൽഗുവാക്യയാ ബുധമനോജ്ഞയാ പുഷ്കരേക്ഷണ വിധികരീരിമാ വീരമുഹ്യദീ അധരസീതുനാപ്യായയസ്വ നഃ. അപ്പൊ ഇനിയും അങ്ങയുടെ അധരസീതുന നഃ ആപ്യായയസ്വ. കാരണം ഞങ്ങള് മോഹിച്ചിരിക്കുകയാണ്, ദാഹിച്ചിരിക്കുകയാണ്, പീഡിതരാണ്. അങ്ങനെയുള്ള ഞങ്ങളെ അങ്ങയുടെ അധരാമൃതം കൊണ്ട്, അധരസീതുന, സീതു എന്നുള്ളത് അമൃതം തന്നെ, അപ്പൊ അങ്ങയുടെ അധരാമൃതം കൊണ്ട് അതിനെ ദാനം ചെയ്ത് നഃ ആപ്യായയസ്വ, ഞങ്ങളെ പോഷിപ്പിച്ചാലും ഞങ്ങളെ ഉണർത്തിയാലും ജീവിപ്പിച്ചാലും ഒക്കെ അർത്ഥം. കാരണം മുഹ്യതീ എന്ന് പറഞ്ഞാൽ ഒരു തരം മോഹാലസ്യം പ്രാപിച്ച ഒരവസ്ഥയാണ് ഞങ്ങൾക്ക്. മോഹാലസ്യം പ്രാപിച്ചാൽ എന്താ ചെയ്യേണ്ടത്? വെള്ളം തളിച്ചാൽ അമൃതമാണ് ആ വെള്ളം, അല്ലേ? അപ്പോ മോഹാലസ്യത്തിൽ നിന്ന് ഉണരും. ഇവിടെ ഭഗവാന്റെ അധരാമൃതമാണ് ഇവരുടെ മോഹാലസ്യത്തിൽ നിന്ന് ഇവരെ ഉണർത്താൻ, ഇവരെ പോഷിപ്പിക്കാൻ, ആപ്യായനം ചെയ്യാൻ. ആപ്യായനം ചെയ്യാമെന്ന പോഷിപ്പിക്കലാണ്, വർദ്ധിപ്പിക്കലാണ്. എന്താ പറയാ, ഉപനിഷത്തിൽ ഒരു ശാന്തി മന്ത്രം തന്നെ അങ്ങനെയാണ്. ആപ്യായന്തു മമാങ്കാനി എന്നാരംഭിച്ചുകൊണ്ട് നമ്മുടെ ഫോൺ കോൾ വീണ്ടും വരുന്നു. ഈ സ്വാമിജിയോട് സംസാരിച്ചാൽ ചിലപ്പോൾ കട്ടായി പോകും, നോക്കട്ടെ വേഗം. കേൾക്കണില്ല. നാരായണ. നാരായണ. അപ്പോ നോക്കാം. മധുരയാ ഗിരാ വൽഗുവാക്യയാ ബുധമനോജ്ഞയാ പുഷ്കരേക്ഷണ വിധികരീരിമാ വീരമുഹ്യതീ അധരസീതുനാപ്യായയസ്വ നഃ. അപ്പോ ഭഗവാനെ, ഹേ പുഷ്കരേക്ഷണ, അല്ലയോ താമരക്കണ്ണ. പുഷ്കരം എന്നാൽ താമര. അപ്പൊ താമര പോലെ ഈക്ഷണമുള്ളവൻ താമരക്കണ്ണ, അങ്ങയുടെ വൽഗുവാക്യയാ ബുധമനോജ്ഞയാ മധുരയാ ഗിരാ മുഹ്യതീഹി. മോഹിക്കുന്നവരാണീ ഞങ്ങൾ. വയം ഇമാഹ തവ വിധികരീഹി. അങ്ങയുടെ കിങ്കരികളാണ്, അങ്ങ് വിധിക്കുന്നതിനെ ചെയ്യുന്നവർ വിധികരീ. അപ്പോ അങ്ങ് എന്ത് വിധിക്കുന്നുവോ, എന്ത് ആജ്ഞാപിക്കുന്നുവോ ആ അങ്ങയുടെ ആജ്ഞയെ ശിരസാവഹിക്കുന്ന കിങ്കരികളല്ലേ ഞങ്ങൾ, ദാസികളല്ലേ. ആ ദാസികളായിട്ടുള്ള ഞങ്ങളിതാ മോഹിതരാണ്, മോഹിച്ചിരിക്കുന്നു, മോഹാലസ്യം പ്രാപിച്ച അവസ്ഥയാണ്, ക്ഷീണിച്ചിരിക്കുകയാണ്, തളർന്നിരിക്കുകയാണ്. എങ്ങനെ?
അങ്ങയുടെ വൽഗുവാക്യയ, അതിമനോഹരങ്ങളായ വാക്യങ്ങളോട് കൂടിയത്. അങ്ങ് ഇത്രയും കാലം അല്ലേ എന്തെല്ലാം രസികത്തരങ്ങളാണ് അങ്ങ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ഏതൊക്കെ രീതിയിലാണ് ഞങ്ങളെ മോഹിപ്പിച്ചിട്ടുള്ളത്. കാത്യായനി വ്രതസമയത്തും ഞങ്ങൾക്ക് അങ്ങയുടെ വാക്കുകൾ, മനോഹരങ്ങളായ വാക്കുകൾ, വാഗ്ദാനങ്ങൾ എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇപ്പതാ ഞങ്ങള് അങ്ങയെ തെരഞ്ഞ് അങ്ങ് ഓടക്കുഴൽ ഊതിയപ്പോ കാണാൻ വന്നപ്പോഴും അങ്ങ് ഞങ്ങളെ വളരെയധികം വാക്കുകളെ കൊണ്ട് സന്തോഷിപ്പിച്ച് മോഹിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളെ പരവശരാക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങയുടെ അടിമകളായിരിക്കുന്ന അങ്ങയുടെ വാക്ചാതുര്യം കൊണ്ടാണ്. അപ്പോ വൽഗുവാക്യയ ബുധമനോജ്ഞയ, ബുധമനോജ്ഞയ, അത് ബുധന്മാരുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നതാണ് അങ്ങയുടെ വാക്കുകൾ അല്ലേ. നല്ല വിവേകികളായ പണ്ഡിതന്മാരായ ആളുകൾക്കും ആനന്ദിപ്പിക്കുന്ന ഗംഭീരങ്ങളായ അർത്ഥങ്ങളുള്ളതാണ് അങ്ങയുടെ വാക്കുകളൊക്കെ. അതിന്റെ എന്താ പറയുക, വാച്യാർത്ഥം മാത്രമല്ല ബുധന്മാർ കാണുക. ബുധന്മാര് ഭഗവാന്റെ ഓരോ വാക്കിന്റെയും ആന്തരികാർത്ഥം, ലക്ഷ്യാർത്ഥം കാണുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള ബുധന്മാർക്ക് ചിന്തിക്കാൻ വിഷയമായി അവർക്ക് മനസ്സിന് സന്തോഷം കൊടുക്കുന്നതായിട്ടുള്ള ബുധമനോജ്ഞയ മധുരയാ ഗിര, അതിമധുരമായ വാക്കുകൾ കൊണ്ട് വയം അല്ലെങ്കിൽ ഇമാഹ മുഖ്യതീഹി, ഈ ഞങ്ങൾ മോഹിച്ചിരിക്കുകയാണ് അങ്ങയുടെ വിധികരീഹി, അങ്ങയുടെ ദാസിമാർ. അപ്പൊ ഈ ഞങ്ങളുടെ മോഹത്തിൽ നിന്ന് കരകയറ്റാനായിക്കൊണ്ട്, ഞങ്ങളെ പോഷിപ്പിക്കാനായിക്കൊണ്ട്, മോഹാത്സ്യം പ്രാപിച്ചവരിൽ അല്ലെ വെള്ളം തളിച്ച് വെള്ളം കുടിക്കാൻ കൊടുത്ത് അവരെ ഉണർത്തുന്നത് പോലെ ഞങ്ങൾക്ക് വേണ്ടത് ഏത് വെള്ളമാണ്, ഏത് അമൃതമാണ്? അങ്ങയുടെ അധരാമൃതം. അങ്ങയുടെ അധരാമൃതത്തിന് മാത്രമേ ഞങ്ങൾക്ക് ഈ മോഹത്തിൽ നിന്ന് കരകയറ്റാനുള്ള ശക്തിയുള്ളൂ. അതുവരയ്ക്ക് ഞങ്ങൾക്ക് ഈ താപം, ഈ മോഹം അതെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് എന്താ പറയുക, മരണത്തോടടുത്തിരിക്കുകയാണ് ഞങ്ങള് മോഹാത്സ്യത്തില്. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങളെ ജീവിപ്പിക്കാൻ സമർത്ഥമായിട്ടുള്ള അങ്ങയുടെ എന്താ പറയുക അധരാമൃതമാണ് പരമമായിട്ടുള്ള ഔഷധം. അത് ഞങ്ങൾക്ക് നൽകാതെ ഇരിക്കുന്നതാണോ ഹേ വീര അങ്ങയുടെ യോഗ്യത? അല്ലെ, വീര എന്ന് വിളിക്കുന്നുണ്ട്, വീര മുഖ്യതി. ഇതാണോ വീരത്തരം? സ്ത്രീകളോടാണോ പരാക്രമം? പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടും. അതുകൊണ്ട് അങ്ങയുടെ വീരത്തരം ഞങ്ങളുടെ നേരെ ഇങ്ങനെയല്ല കാണിക്കേണ്ടത്. അങ്ങയുടെ അധരാമൃതം തന്ന് ഞങ്ങളുടെ മോഹത്തിൽ നിന്ന് ഞങ്ങളുടെ മോഹം മാറ്റി ഞങ്ങളെ ഉണർത്തിയാലും പോഷിപ്പിച്ചാലും സന്തോഷിപ്പിച്ചാലും. മധുരയാ ഗിരാ വൽഗുവാക്യയാ ബുധമനോജ്ഞയാ പുഷ്കരേക്ഷണ വിധികരീരിമാ വീരമുഹ്യതീ അതരസീതുനാപ്യായസ്വന. അപ്പൊ അങ്ങയുടെ അധരാമൃതം, അത് വാക്കുകളും അധരാമൃതം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള മധുരങ്ങളായ വാക്കുകളാകുന്ന അധരാമൃതത്താൽ ഞങ്ങളെ സന്തോഷിപ്പിച്ചാലും എന്നും അർത്ഥമായിട്ട് എടുക്കാം. തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാദദം ഭുവി ഗൃണന്തി തേ ഭൂരിദാ ജനാഃ. തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാദദം ഭുവി ഗൃണന്തി തേ ഭൂരിദാ ജനാഃ. അപ്പൊ അങ്ങയുടെ കഥാമൃതം, തവ കഥാമൃതം, അങ്ങയുടെ കഥ തന്നെ അമൃതമാണ്. ആ കഥാമൃതം കൊണ്ടാണ് ഈ തപിക്കുന്ന ഞങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. തപ്ത ജീവനം. അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴോ മോഹിച്ച് മരിച്ചു കാണും.
ഈ മരിക്കാതിരിക്കുന്നത് ഇപ്പോഴും അങ്ങയുടെ ആ കഥകളെ സ്മരിച്ചുകൊണ്ടാണ്. ഞങ്ങളിപ്പോൾ അങ്ങയുടെ കഥകളെ സ്മരിച്ചുകൊണ്ട്, അങ്ങയെ അനുകരിച്ചുകൊണ്ട്, അങ്ങയുമായി താദാത്മ്യം പ്രാപിച്ചുകൊണ്ട് അങ്ങ് ചെയ്ത ലീലകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂതന മോക്ഷം മുതൽക്ക് എല്ലാ ലീലകളും ഞങ്ങൾ മാറി 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 അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മിപ്പിച്ചു. അപ്പൊ ഇതൊരു സത്സംഗമാണ് അല്ലേ? ഗോപികമാരുടെ ഈ ഒരു സമ്മേളനം ഒരു സത്സംഗമാണ്. അവർ പരസ്പരം ഭഗവാന്റെ ഓരോ കഥകളെയും ഓർമ്മിപ്പിക്കുകയാണ് ഓരോ ലീലകളിലൂടെ. അത് വാസ്തവത്തില് ഞങ്ങൾക്ക് ജീവനമായി മാറുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിടിച്ചു നിൽക്കുകയാണ്. കഥാമൃതമാണ് ഇപ്പൊ ഞങ്ങൾക്ക് തപ്തകളായ ഞങ്ങളുടെ ജീവനം. എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കുകയാണ്. ഇനിയും അങ്ങ് അടുത്ത് വന്ന് അങ്ങയുടെ അധരാമൃതം തന്ന് ഞങ്ങളെ കൂടുതൽ പോഷിപ്പിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്നിങ്ങനെ അവശരായി മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര നേരം അങ്ങയുടെ കഥാമൃതം ഞങ്ങളെ എന്താ പറയുക ജീവനോടെ വെച്ചേക്കും എന്നറിയില്ല. ഞങ്ങളെങ്ങനെ പീഡിപ്പിക്കല്ലേ. ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടന്നിട്ടിങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങയുടെ കഥാമൃതം തവ കഥാമൃതം തപ്ത ജീവനം. അങ്ങയുടെ കഥ അമൃതം പോലെയാണ്. ഭഗവാന്റെ ഓരോ ലീലകളും നമ്മൾക്ക് അമൃത സമാനമായി നമുക്ക് ആനന്ദം നൽകുന്നതാണ്. അമൃതം ആനന്ദത്തെ നൽകുന്നതാണ്. അമൃതം ആത്മതത്വത്തെ നമുക്ക് ബോധിപ്പിക്കുന്നതാണ്. മരണരഹിതമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് ഈ അമൃതം. അപ്പോ അങ്ങനെ ആ ആനന്ദത്തെ നൽകുന്നതായിട്ടുള്ള തവ കഥാമൃതം തപ്ത ജീവനം. തപിച്ചിരിക്കുന്നതായിട്ടുള്ള ആളുകൾക്കെല്ലാം അതാണ് ജീവനമാർഗമായിരിക്കുന്നത്. അത് കവിഭിഹി ഈഡിതം, ഋഷീശ്വരന്മാരാൽ ഗാനം ചെയ്യപ്പെട്ടിരിക്കുന്നു, സ്തുതിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ കഥാമൃതങ്ങളെല്ലാം അല്ലേ നാരദാദി ഋഷീശ്വരന്മാർ, വ്യാസൻ, ശ്രീശുകൻ മുതലായിട്ടുള്ളവരൊക്കെ എല്ലാ കാലത്തും പാടും. അപ്പൊ അങ്ങനെയുള്ള മഹാത്മാക്കളെല്ലാം പാടുന്നതാണ് കവിഭിഹി ഈഡിതം തവ കഥാമൃതം. ആ കഥാമൃതം ആരൊക്കെ സേവിക്കുന്നുവോ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ കൽമഷങ്ങളെല്ലാം നശിച്ചു പോകും. കൽമഷാപഹം, അവരുടെ ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത പാപങ്ങളൊക്കെ നശിക്കാൻ അത് ധാരാളമാണ്. വലിയ ഔഷധമാണ്. ഒരു വിഷഹാരിയായിട്ടുള്ള അല്ലെ ഔഷധം പോലെയാണ്. ജന്മജന്മാന്തരങ്ങളിൽ ആർജിച്ചതായിട്ടുള്ള സംസാര സർപ്പം ദംശിച്ചതായിട്ടുള്ള ആ വിഷത്തെ ഇറക്കാനായിക്കൊണ്ട് ഈ ഭഗവാന്റെ കഥാമൃതം ധാരാളം മതി. അപ്പൊ എല്ലാ കൽമഷങ്ങളെയും അപഹരിക്കുന്നതാണ്, നശിപ്പിക്കുന്നതാണ് അങ്ങയുടെ കഥാമൃതം. അത് ശ്രവണമംഗളം, അത് ചെവിക്ക് അത്യന്തം മംഗളകരമായിട്ടുള്ള കാര്യമാണ്. കേൾക്കുന്നവർക്ക് ആരൊക്കെയാണോ അത് ശ്രവിക്കുന്നത് അവർക്ക് ഏറ്റവും മംഗളകരമായിട്ടുള്ളതാണ് അങ്ങയുടെ കഥാമൃതം. കേൾക്കുന്നത് കൊണ്ട് തന്നെ മംഗളം നൽകുന്നതാണ് അങ്ങയുടെ കഥാമൃതം. അത് ശ്രീമത്താണ്, ഏറ്റവും ഐശ്വര്യപൂർണമാണ്, ശ്രീയോടുകൂടിയതാണ്, സുശാന്തമായിട്ടുള്ളതാണ്. അങ്ങയുടെ അങ്ങനെയുള്ളത് ആതതം. ആതതം എന്ന് പറഞ്ഞാൽ വിസ്തൃതം, വളരെ വിസ്തരിച്ചതാണ് അങ്ങയുടെ കഥ. എത്ര പറഞ്ഞാലും തീരാത്ത, ആദിയും അന്തവുമില്ലാത്ത കഥയാണ് അങ്ങയുടെ കഥ. അത് ശ്രീമത്ത് ആതതം, അതിഗംഭീരമായതാണ്, പറഞ്ഞാൽ തീരാത്തതാണ് അങ്ങയുടെ കഥകൾ. ആ കഥകള് ഭൂരിതാ ജനാഹ ഭുവി ഗൃണന്തി. ഭൂരിതാ ജനാഹ, ഭൂരിതാഹ എന്ന് പറഞ്ഞാല് ഭൂരി ദദാതീതി ഭൂരിതാഹ, അല്ലെങ്കിൽ ഭൂരിദഹ ഏകവചനം, ഭൂരിദാഹ ബഹുവചനം. അപ്പൊ ഭൂരി എന്ന് പറഞ്ഞാലോ ധാരാളം, ധാരാളമായിട്ട് ദാനം ചെയ്യുന്നവർ, ദാനശീലന്മാരായിട്ടുള്ളവർ, ഉദാരമനസ്കരായിട്ടുള്ളവർ, സുഹൃതികൾ, കൊടുത്തു വെച്ചവർ എന്ന് പറയാം പച്ച മലയാളത്തിൽ അല്ലേ. തമിഴിലും അങ്ങനെ തന്നെ പറയാം, കൊടുത്തു വെച്ചവങ്ക. അപ്പൊ കൊടുത്തു വെച്ചവരാണ് ഭൂരിദാഹ, ഭൂരിയായിട്ട് ദാനം ചെയ്തവരാണ് ഭൂരിദാഹ. അങ്ങനെയുള്ള ജനാഹ, ആ ഭാഗ്യവാന്മാരായിട്ടുള്ള ദാനശീലന്മാരായിട്ടുള്ള ആ ജനങ്ങൾ, മഹാത്മാക്കൾത്തെ അവര് ഭുവി ഗൃണന്തി, ഭൂമിയില് ഗാനം ചെയ്യുന്നു.
പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗൃണന്തി എന്ന് പറഞ്ഞാൽ പറയുന്നു, കീർത്തിക്കുന്നു, ഗാനം ചെയ്യുന്നു എന്നൊക്കെ അർത്ഥം. അപ്പൊ ആരാണോ വിസ്തൃതമായി അങ്ങയുടെ കഥാമൃതത്തെ ഈ ഭൂമിയിൽ ഗാനം ചെയ്യുന്നത്, തീർച്ചയായിട്ടും അവർ ഭൂരിദാഹ എന്നും അർത്ഥം. ഭഗവാന്റെ കഥകൾ ഈ ഭൂമിയിൽ വിസ്തരിച്ച് പറയുന്നവരാരൊക്കെയാണോ, തീർച്ചയായിട്ടും അവരും ഭൂരിതാജനാഹ. അവർ ഭൂരിത എന്താ പറയുക, കൊടുത്തുവെച്ച ആളുകളാകുന്നു. കൊടുത്തുവെച്ചവർ അങ്ങയുടെ ഗാനങ്ങളെ പാടുന്നു, അങ്ങയുടെ കഥാമൃതത്തെ പാടുന്നു. അങ്ങയുടെ കഥാമൃതത്തെ പാടുന്നവർ കൊടുത്തുവെച്ചവരാണ്. ശങ്കരാചാര്യ സൗന്ദര്യലഹരിയിൽ പറയും പോലെ അല്ലേ, പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യ പ്രഭവതി. ദേവിയുടെ ആ മഹാത്മ്യത്തെക്കുറിച്ച് ബ്രഹ്മാവ്, ഭഗവാൻ മഹാവിഷ്ണു, മഹാദേവൻ ഇവർക്ക് പോലും അവർ പോലും സ്തുതിക്കുന്നവളായ, അവർ പോലും നമസ്കരിക്കുന്നവളായ ദേവിയുടെ മഹാത്മ്യം കഥം അകൃത പുണ്യ പ്രണന്തും സ്തോതും പ്രഭവതി. പുണ്യം ചെയ്യാത്ത ഒരാള് എങ്ങനത് പ്രണമിക്കുവാനും സ്തുതിക്കുവാനും ശക്തരാകും? പുണ്യം ചെയ്തവർക്കേ ഭഗവതിയെക്കുറിച്ച് സ്തുതിക്കാനാവുള്ളൂ എന്നർത്ഥം. അപ്പൊ അതുപോലെ ഇവിടെയും ഭൂരിതാജനാഹ ഭുവി ഗൃണന്തി, കൊടുത്തുവെച്ചവർ, ഭാഗ്യവാന്മാർ, പുണ്യാത്മാക്കൾ, ദാനം ചെയ്തവർ അവരാണ് ഈ ഭൂമിയിൽ. അവർക്ക് അന്ധക്കരണ ശുദ്ധിയുണ്ട്, അവർക്കാണ് യോഗ്യതയുള്ളത് ഭഗവാന്റെ കഥകൾ പാടാനായിക്കൊണ്ട്. ഇനി ആരാണോ ഭഗവാന്റെ കഥകൾ പാടുന്നത്, അവര് ഭൂരിതന്മാരായി മാറുന്നു, അവര് ഭാഗ്യവാന്മാരായി തീരുന്നു. അവര് ജന്മജന്മാന്തരങ്ങളിൽ തീർച്ചയായിട്ടും കൊടുത്തു വെച്ചവർ തന്നെയാണ്. അതുകൊണ്ടാണ്, അവരുടെ ആ സുഹൃതം കൊണ്ടാണ് ഭഗവാന്റെ കഥകൾ കേൾക്കാനും പാടാനും അവർക്ക് ആ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്, അതിനുള്ള മനസ്സ് ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും പേര് ദിവസവും ഈ ഭാഗവത ജ്ഞാനഗംഗയ്ക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ട് കാത്തിരിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഭൂരിതാജനാഹ അല്ലേ? ഇത് പറയുന്ന ഞാനും സംശയമില്ല, എനിക്ക് സംശയമില്ല, എനിക്ക് നിങ്ങളെക്കുറിച്ചും സംശയമില്ല. നിങ്ങളൊക്കെ ഭൂരിതാജനാഹ, കൊടുത്തു വെച്ചവരാണ്. അതുകൊണ്ടാണ് ഇതില് ഇത്രയും രുചി നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്നോ ബോറടിച്ച് പോയിട്ടുണ്ടാവും, മതിയായി. എത്ര ദിവസം അത് കേൾക്കുക, എത്ര എപ്പിസോഡായി പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണോ? 860ഓളം എപ്പിസോഡായി അല്ലേ? ഇത് പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണത്. മതിയായി എന്ന് പറഞ്ഞ് പോവാൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എന്താ തോന്നാത്തത് നിങ്ങളുടെ സംസ്കാരം. നിങ്ങളുടെ സംസ്കാരം എന്തുകൊണ്ടാ സംസ്കാരം? നിങ്ങൾ കൊടുത്തു വെച്ചവരാണ് എന്നർത്ഥം. ഭൂരിതാജനാഹ. ഇത് പറയാനുള്ള ഭാഗ്യം എനിക്കും കിട്ടുന്നതും ഞാനും തീർച്ചയായിട്ടും കൊടുത്തു വെച്ചവൻ തന്നെയാണ്, ഭൂരിതനാണ്, യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ നേരത്തൊക്കെ വേറെ പല പണികളും ചെയ്യാമായിരുന്നു അല്ലേ? എന്ത് പണി അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത്? ചിന്തിച്ചു നോക്കുക. വേറെ ഏതെങ്കിലും പണി ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് ഉണ്ടോ? നമ്മളിപ്പോൾ ഇത് കേട്ടില്ല എന്ന് വിചാരിച്ചാൽ എന്താ ചെയ്യുക? ഒരു പണിയില്ലെങ്കിൽ ഒന്നുകിലോ ടി വി കാണും, അല്ലെങ്കിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ചു നേരമൊക്കെ ചിലപ്പോൾ നാമജപമൊക്കെ ചെയ്തു എന്ന് വരും. അത് കഴിയുമ്പോൾ അതും മതിയാവും. അപ്പൊ തീർച്ചയായിട്ടും ഈ ഭാഗവത ജ്ഞാനഗംഗയിൽ മുഴുകാൻ ഇതെത്ര കുടിച്ചാലും മതിയാവാതെ എന്നും കാത്തിരിക്കുന്നതായിട്ടുള്ള നിങ്ങൾ തീർച്ചയായിട്ടും ഭൂരിതാജനാഹ. നിങ്ങളെക്കുറിച്ചാ ഗോപികമാര് പാടിയത് കേട്ടോ. നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ചാണ് ഇപ്പൊ ഗോപികമാര് പാടുന്നത്. ഭുവി ഗൃണന്തിത്തെ ഭൂരിതാജനാഹ. തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാഗതം
ഭുവി ഗൃണന്തി തേ ഭൂരിദാ ജനാ. അപ്പോൾ ഇത്രയും നമ്മളെ ശുദ്ധീകരിക്കുന്ന വേറെ വല്ലതുമുണ്ടോ ഈ ഭഗവാന്റെ കഥ പോലെ? ഈ ഭഗവാന്റെ കഥയ്ക്ക് തുല്യമായിട്ട് കൽമഷാപഹമായിട്ട് ഏതാണുള്ളത്? തപ്ത ജീവനമായിട്ട് ഏതാണുള്ളത്? ശ്രവണമംഗളമായിട്ട് ഏതാണുള്ളത്? ശ്രീമത്തായിട്ട് ഏതാണുള്ളത്? വേറൊന്നും ഇതിനോളം വരില്ല, വേറൊന്നും വരില്ല, ഉറപ്പാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാനും അതിൽ രമിക്കാനും കഴിയുന്നവർ ധന്യധന്യരാണ്. ജന്മജന്മാന്തരങ്ങളിൽ അവർ സുഗതം ചെയ്തവരാണ്. അവർ ഭൂരിതരാണ്. ഭൂരിതാഹ ജനാഹ. തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാദദം ഭുവി ഗൃണന്തി തേ ഭൂരിദാ ജനാ. പ്രഹസിതം പ്രിയ പ്രേമവീക്ഷണം വിഹരണം ച തേ ധ്യാനമംഗളം രഹസി സംവിദോ യാ ഹൃദി സ്പൃശ കുഹഗനോ മന ക്ഷോഭയന്തി. പ്രഹസിതം പ്രിയ പ്രേമവീക്ഷണം വിഹരണം ച തേ ധ്യാനമംഗളം രഹസി സംവിദോ യാ ഹൃദി സ്പൃശ കുഹഗനോ മന ക്ഷോഭയന്തി. ഇപ്പൊ ഭഗവാന്റെ കഥാമൃതം തപ്തജീവനമാണല്ലോ. അപ്പൊ പിന്നെ അത് കുടിച്ചോണ്ടിരുന്നാ പോരെ, അത് കേട്ടുകൊണ്ടിരുന്നാ പോരെ? എന്തിനാ എന്നെ കാണണം എന്ന് പറയണത്? എന്തിനാ എന്റെ അധരാമൃതത്തിനായി ദാഹിക്കുന്നത്? കഥ കേട്ടുകൊണ്ട് അവിടെ ഇരുന്നോളൂ, പരസ്പരം എന്റെ കഥകളെ പാടിക്കൊണ്ടിരുന്നോളൂ, എന്റെ കഥയെ അനുകരിച്ചു കൊണ്ടിരുന്നോളൂ. അതുപോരെ എന്ന് ഭഗവാൻ ചോദിക്കാനിടയുണ്ട്. അത് ഒരു മുൻകൂട്ടി കണ്ട് വേറൊരു ഗോപിക പറയാണ്, അത് പോരാ പോരാ, കാരണം ഞങ്ങള് അത്രയും പരവശരായിരിക്കണം. ഇപ്പൊ അങ്ങയുടെ സാന്നിധ്യം ഇല്ലാതെ ഞങ്ങൾക്ക് സഹിക്കാനാവില്ല. അപ്പോ ഹേ പ്രിയ, അല്ലയോ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനെ, ഞങ്ങളുടെയൊക്കെ പ്രേമത്തിന് പാത്രമായിരിക്കുന്നവനെ, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയം അങ്ങയോടാണ്. അങ്ങയുടെ ഹേ കുഹക എന്നും വിളിക്കുന്നുണ്ട് 4-ാമത്തെ വരിയിൽ. കുഹക എന്ന് പറഞ്ഞാൽ കള്ള എന്നർത്ഥം തന്നെയാണ്. വഞ്ചന ചെയ്യുന്നവൻ, കാപട്യം ഭാവിക്കുന്നവൻ, വഞ്ചിക്കുന്നവനെയാണ് കുഹകൻ എന്ന് പറയുക. അതിസാമർത്ഥ്യക്കാരൻ അല്ലെങ്കിൽ നാട്യം അഭിനയിക്കുന്നവൻ, ഇതൊക്കെയാണ് കുഹക എന്നുള്ള വിളി. വഞ്ചനയാണ് കുഹകം എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക, ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും പറ്റിക്കുന്നത്, വഞ്ചിക്കുന്നത്. ഇപ്പൊ ഭഗവാനെ കള്ള, അല്ലേ, ഞങ്ങളുടെ ഹൃദയത്തേക്ക് അപഹരിച്ചു പോയ കള്ളനാണങ്ങ്. ഹേ കുഹക, ഹേ വഞ്ചക, ഞങ്ങളെ രാത്രി നേരത്ത് വിളിച്ചു വരുത്തിയിട്ട് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ പെരുവഴിയിലാക്കി ഉപേക്ഷിച്ചു പോകുന്നത് വഞ്ചനയല്ലേ? വിശ്വാസ വഞ്ചനയാണത്. അതുകൊണ്ട് ഹേ കുഹക, ഹീ തേ പ്രഹസിതം പ്രേമവീക്ഷണം ധ്യാനമംഗളം. ധ്യാനമംഗളം വിഹരണം ഹൃതിസ്പൃശ രഹസി സംവിദഃ നഃ മനഃ ക്ഷോഭയത്തി. ഞങ്ങളുടെ മനസ്സിനെ ക്ഷോഭിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഓർക്കും തോറും ഞങ്ങളുടെ മനസ്സിന് കൂടുതൽ കൂടുതൽ ക്ഷോഭം. ഈ മനസ്സ്, ഈ ക്ഷോഭം ശമിക്കണമെങ്കിൽ ഈ മനസ്സ് എടുത്തെടുത്ത് ചാടുകയാണ്, കുതിക്കുകയാണ്. ഇത് കുതിക്കുന്നത് നിൽക്കണമെങ്കിൽ, ഈ മനസ്സിന്റെ ക്ഷോഭം ശമിക്കണമെങ്കിൽ അങ്ങ് വന്ന് ഞങ്ങളുടെ ശിരസിലും കുചങ്ങളിലും ഒക്കെ കൈവയ്ക്കണം, സ്പർശിക്കണം. അപ്പോഴേ അത് ശാന്തമാകുള്ളൂ. ഈ ക്ഷോഭം അടങ്ങാൻ അത്രയ്ക്കും ക്ഷോഭമുണ്ട്. അപ്പൊ അത് കഥാമൃതം കൊണ്ട് മാത്രം ശമിക്കുന്നതല്ല. അത്രയ്ക്ക് തീവ്രമായിട്ടുള്ള ഒരു വിഷമം ഞങ്ങൾക്കുണ്ട്.
വിക്ഷുബ്ധരാണ് ഞങ്ങളെ ശാന്തരാക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങ് എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് കഥ കൊണ്ട് മാത്രം ഞങ്ങളോട് തൃപ്തരാവാൻ പറയരുത്. അങ്ങയുടെ പ്രഹസിതം അങ്ങയുടെ പ്രകർഷേണയുള്ള ഹസിതം മന്ദഹാസ പ്രകടനങ്ങൾ. അപ്പൊ അങ്ങയുടെ മന്ദഹാസങ്ങളും പ്രേമവീക്ഷണം, അങ്ങയുടെ പ്രേമപൂർവമായ കടാക്ഷം ഞങ്ങളുടെ നേരേക്ക എന്ത് പ്രേമത്തോടുകൂടിയാണ് ഞങ്ങളെ നോക്കുക. ആ പ്രേമവീക്ഷണം, അതുപോലെ തന്നെ ധ്യാനമംഗളം വിഹരണം, അങ്ങയുടെ വിഹരണം, അങ്ങയുടെ ക്രീഡകൾ, അങ്ങയുടെ ചേഷ്ടകൾ, അങ്ങയുടെ വിഹാരങ്ങൾ, അതെല്ലാം ധ്യാനത്തിലൂടെ തന്നെ ചിന്തിച്ചാൽ തന്നെ മംഗളത്തെ നൽകുന്നതാണ്. അപ്പൊ ചിന്തിക്കുന്തോറും മംഗളം നൽകുന്നതായിട്ടുള്ള അങ്ങയുടെ വിഹരണവും അങ്ങയുടെ വിഹാരങ്ങളും ഇതെല്ലാം ഞങ്ങളുടെ ഹൃദിസ്പൃശ, ഞങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചിരിക്കുകയാണ്. അത് രഹസ്യ സംവിധ, അങ്ങയുടെ രഹസ്യത്തിലുള്ള സംവിധ, രഹസ്യത്തിലുള്ള സംവാദങ്ങൾ. അങ്ങ് ഞങ്ങളോട് രഹസ്യത്തിലൊക്കെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ടല്ലോ. ആ രഹസ്യ സംവിധ നഹ മനഃ ക്ഷോഭയന്തി, ഞങ്ങളുടെ മനസ്സിനെ ക്ഷോഭിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് ശാന്തി ഉണ്ടാകണമെങ്കിൽ അങ്ങ് എവിടെയെങ്കിലും ഒളിച്ചിരുന്നത് കൊണ്ട് ആവില്ല. അങ്ങയുടെ കഥാമൃതം കൊണ്ട് മാത്രം ഞങ്ങൾക്ക് ശാന്തി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങ് ഞങ്ങളുടെ അടുത്ത് വന്നേ പറ്റൂ. ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചേ പറ്റൂ. അങ്ങയുടെ കരസ്പർശം കൊണ്ട് ഞങ്ങൾക്ക് ശാന്തി ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ മനസ്സിന്റെ ക്ഷോഭം അടങ്ങുകയുള്ളൂ എന്നർത്ഥം. പ്രഹസിതം പ്രിയ പ്രേമവീക്ഷണം വിഹരണം ച തേ ധ്യാനമംഗളം രഹസി സംവിദോ യാ ഹൃദി സ്പൃശ കുഹകനോ മനഃക്ഷോഭയന്തി ചലസി യദ്ബ്രജാചാരയൻ പശൂൻ നളിനസുന്ദരം നാദതേ പദം ശിലതൃണാങ്കുരൈ സീദദീദിനഃ കലിലതാം മനഃ കാന്ത ഗച്ഛതി ചലസി യദ്ബ്രജാചാരയൻ പശൂൻ നളിനസുന്ദരം നാദതേ പദം ശിലതൃണാങ്കുരൈ സീദദീദിനഃ കലിലതാം മനഃ കാന്ത ഗച്ഛതി. സ്വാമിജി വീണ്ടും വിളിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പൊ നിർത്തുകയാണ്. നമുക്ക് നാളെ തുടരാം. അദ്ദേഹത്തെ തിരിച്ചു വിളിക്കട്ടെ. പ്രായമുള്ള സ്വാമിജി, കോങ്ങാട് സ്വാമിജിയാണ്. അദ്ദേഹത്തിന് സംസാരിക്കാൻ വലിയ വിഷമാണ്, ചെവി കേൾക്കാത്തതുകൊണ്ട്. അപ്പോൾ നാളെ കാണാം. നാളെ രാവിലെ ഒരു 9:30 നമുക്ക് കുറച്ച് ഭഗവത്ഗീതയൊക്കെ പാരായണം ചെയ്യാം. ഗീതാദിനമായിട്ട് ഭഗവത്ഗീത ഏതാനും ചില അധ്യായങ്ങൾ പാർട്ടായിട്ട്, മുഴുവനില്ല. അതുപോലെ തപോവന ഷട്കം, തപോവനസ്വാമിയെ സ്തുതിക്കുന്ന 6 ശ്ലോകങ്ങളാണ് തപോവന ഷട്കം. അതും ഗുരുസ്തോത്രവും പിന്നെ ഗുരുവായൂരപ്പനെ കുറിച്ചിട്ടുള്ള ഏതെങ്കിലും സ്തോത്രവും ഒക്കെ നമുക്ക് ആദ്യം ഒരു 1 മണിക്കൂർ പാരായണം ചെയ്യാം. പിന്നെ നമുക്കൊരു ബ്രേക്ക് ചെയ്തിട്ട് ഗോപികാഗീതം. അപ്പോൾ 9:30 വരുന്നവരൊക്കെ വരിക. എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി ആശംസകൾ. ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. അമ്പലങ്ങളിലൊക്കെ പാരായണം ചെയ്യുന്നവർ പോയി പാരായണം ചെയ്തോളൂ. നല്ലത് തന്നെ. എല്ലാവരും കൂട്ടത്തോടുകൂടി പാരായണം ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ്, ആവേശമാണ്. മറ്റുള്ളവർക്കും കൂടി മാതൃകയായിട്ട് നിങ്ങൾ നേതൃത്വം കൊടുത്ത് പാരായണം ചെയ്യൂ.
അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. ഹരി ഓം.